തൃശൂരിലെ തട്ടിപ്പുകാരനായ സ്കൂൾ മാനേജർ വി.സി. പ്രവീണിനെ സഹായിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് എന്നതിന്റെ തെളിവുകളാണ് റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിടുന്നത്. 1.5 വർഷം മുൻപ് നടപടിയെടുക്കാൻ ഉത്തരവിട്ടു. പക്ഷേ സ്റ്റേ പോലും കിട്ടാത്ത കേസിൽ നടപടിയെടുക്കാതെ അനങ്ങാതെ ഇരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഉത്തരവുകൾ വി.സി. പ്രവീൺ കോടതി ഉപയോഗിച്ച് അട്ടിമറിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. റിപ്പോർട്ടർ SIT അന്വേഷണ പരമ്പരയുടെ ഇന്നത്തെ റിപ്പോർട്ടിലേക്ക്. ഇത്രയേറെ തട്ടിപ്പുകൾ കഴിഞ്ഞ 15 വർഷത്തിനിടെ നടത്തിയിട്ടും വി.സി. പ്രവീണിനെതിരെ ഒരു നടപടിയുമില്ലാത്തത് എങ്ങനെയാണ് എന്നാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. വി.സി. പ്രവീൺ ഒരു നിയമലംഘനം നടത്തിയാൽ അത് പരാതിയായി വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിലെത്തുന്നു. വിദ്യാഭ്യാസ വകുപ്പ് പ്രവീണിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് ഉത്തരവിറക്കും. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ 100ലേറെ തവണ ഹൈക്കോടതിയെ സമീപിച്ച വി.സി. പ്രവീൺ ഉത്തരവിന് പിന്നാലെ ഹൈക്കോടതിയിലേക്ക് നീങ്ങും. ഹൈക്കോടതി വിദ്യാഭ്യാസ വകുപ്പിനോട് വിശദീകരണം ചോദിക്കും. വിദ്യാഭ്യാസ വകുപ്പ് എതിർ സത്യവാങ്മൂലം കൊടുക്കുമ്പോഴേക്ക് കാലം കുറേ കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ കേസ് നീണ്ടു പോകും. കഴിഞ്ഞ വർഷം ജനുവരിയിൽ വി.സി. പ്രവീണിനെതിരെ ചട്ടപ്രകാരമുള്ള അച്ചടക്ക നടപടിയെടുക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ഇതിനെതിരെ പതിവ് പോലെ പ്രവീൺ ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിനെതിരെ സർക്കാർ സത്യവാങ്മൂലം കൊടുക്കുന്നത് 9 മാസം കഴിഞ്ഞ ശേഷം. പിന്നാലെ നടപടി സ്റ്റേ ചെയ്യണമെന്ന പ്രവീണിൻ്റെ ആവശ്യം ഹൈക്കോടതി പരിഗണിച്ചില്ല. നടപടി തീരുമാനിച്ച് വർഷം 1.5 കഴിഞ്ഞു. ഇപ്പോഴും സ്റ്റേ അനുവദിക്കാത്ത കേസിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. 1.5 വർഷം മുമ്പിറക്കിയ ഈ ഉത്തരവ് പോലെയാണ് വർഷങ്ങൾക്ക് മുമ്പിറക്കിയ എല്ലാ ഉത്തരവുകളും അനങ്ങാതെ കിടക്കുന്നത്. തൃശൂർ ജില്ലയിലെ കൂരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ സ്കൂളുകളുടെ മാനേജറായ വി.സി. പ്രവീൺ വലിയ തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്ക് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ നടപടിയെടുക്കാൻ ഒരു ഫയലുണ്ട്. 1.5 വർഷം മുമ്പ് ചട്ടപ്രകാരം മാനേജർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ ഉത്തരവ് ഒരു സ്റ്റേയുമില്ലാതെ കിടക്കുകയാണ്. ഇപ്പോഴും നടപടിയെടുക്കാതെ. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് TV പ്രസാദ്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കരുതി പെട്ടെന്നങ്ങ് നടപടിയെടുക്കുമെന്ന്. ഇത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണല്ലേ? സുജയ, ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഇടപെടുന്നത് ആദ്യമായിട്ടാണ്. വിദ്യാഭ്യാസ മന്ത്രി അത് പരസ്യമായി പറയുകയും ചെയ്തു. നമ്മൾ ഇന്ന് പുറത്തു കൊണ്ടുവരുന്ന വാർത്ത, വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പറഞ്ഞത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ 1.5 വർഷം മുമ്പ് അവിടെയുള്ള ഒരു ഫയലുണ്ട്, ആ ഫയലിൽ നടപടിയെടുക്കണം എന്നുള്ളതാണ്. ഇത് ഒരു പൊതുശല്യക്കാരനായി പ്രഖ്യാപിച്ച ഒരു മാനേജറാണ് വി.സി. പ്രവീൺ. വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പല ഉത്തരവിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവുകളെ അനുസരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നിരന്തരം കോടതിയിൽ പോകുന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞ ഒരു മാനേജർക്കെതിരായ ഒരു ഫയൽ ഇപ്പോഴും വിദ്യാഭ്യാസ വകുപ്പിലുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലാണ് ഈ കേസ് അട്ടിമറിക്കുന്നത് എന്നുള്ളതാണ് സുജയ. അതായത് നിരവധി അധ്യാപകരെ, 200-ലധികം അധ്യാപകരെ, ശരാശരി ഒരു 15 ലക്ഷം രൂപ കണക്ക് കൂട്ടിയാൽ തന്നെ എത്ര കോടിയായി എന്ന് സുജയ്ക്ക് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. അത്രയേറെ പണമുള്ള ഒരാൾക്ക് ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷകനെ വെച്ച് നിരന്തരം കേസ് നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷേ അങ്ങനെ വി.സി. പ്രവീൺ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളിടത്താണ് ഈ വി.സി. പ്രവീണുമാർക്ക് സംരക്ഷണം കിട്ടുന്നത്. അതിലൊരു ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത് സുജയ. അതായത് 2023 ജനുവരി മാസം ഈ മാനേജർക്കെതിരെ ചട്ടപ്രകാരമുള്ള അച്ചടക്ക നടപടിയെടുക്കുന്നതിന് വേണ്ടി ഉത്തരവിറക്കി. ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകരുടെ അനധികൃത നിയമനം, 221 കുട്ടികളെ അനധികൃതമായി നിയമിച്ചതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളിലാണ് ഒടുവിൽ അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞ ജനുവരിയിൽ ഉത്തരവിറക്കിയത്. ആ ഉത്തരവിനെതിരെ വി.സി. പ്രവീൺ ഹൈക്കോടതിയിൽ പോയി. അപ്പോഴേക്ക് 1 മാസം കഴിഞ്ഞു. അവിടെ നിന്ന് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ട, സർക്കാരിനോട് വിശദീകരണം ചോദിച്ച സമയത്ത് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ട വിദ്യാഭ്യാസ വകുപ്പ് അത് സമർപ്പിക്കുമ്പോഴേക്ക് വർഷം 1 കഴിഞ്ഞു. അപ്പോഴേക്ക് ഈ വർഷമായതിനു ശേഷം പ്രവീൺ സ്റ്റേക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു. ഇതുവരെയും സ്റ്റേ കൊടുത്തില്ല. അതിൻ്റെ അർത്ഥം ഇപ്പോഴും നടപടിയെടുക്കാമെന്നാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് DD ഓഫീസിൽ നിന്ന് വിവരാവകാശ പ്രകാരം നമുക്കൊരു ലെറ്റർ കിട്ടുന്നു. ആ വിവരാവകാശ പ്രകാരം DD വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ ഉത്തരവിൽ എന്ത് നടപടിയെടുക്കണമെന്ന്. പക്ഷേ അതിലും വിദ്യാഭ്യാസ വകുപ്പ് മിണ്ടിയിട്ടില്ല. അതാണ് നമ്മൾ പറഞ്ഞത് സുജയ, വി.സി. പ്രവീണിനെ സംരക്ഷിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും ഹൈക്കോടതിയിലേക്ക് വി.സി. പ്രവീൺ പോകുന്നു എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പ് യഥാർത്ഥത്തിൽ പിൻവലിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ 15 വർഷക്കാലം സർക്കാരിൻ്റെ കോടികൾ വെട്ടിക്കാനും നിരവധി അധ്യാപകരെ പെരുവഴിയിലാക്കാനും ഈ വി.സി. പ്രവീണുമാർക്ക് കഴിയുന്നു.
അതിൻ്റെ പരാജയം വിദ്യാഭ്യാസ വകുപ്പിന് തന്നെയാണ്. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ഫയലിൽ നടപടിയെടുക്കണം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുജയ, ഓക്കെ, അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. തെളിവുകളുണ്ട്, നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു TV പ്രസാദ്, ടീം SIT. അപ്പോൾ ഇനി പ്രതികരിക്കേണ്ടത് സർക്കാരാണ്. ഉടനടി നടപടിയെടുത്താൽ എന്താണ്, എവിടെയാണ് കുഴപ്പം? ഒരു കള്ളനെയല്ലേ പിടിക്കാൻ പറയുന്നത്, വെറുതെ നടക്കുന്ന ഒരാളെ അല്ലല്ലോ.